മലയാളത്തിൽ കിളിക്കൂടിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നീതുവിനെ കാണുമ്പോഴാണെങ്കിൽ നമ്മൾ നിധി ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട് ഇതാണ് മെക്കാനിക്കിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നീതു വന്നിട്ടാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എത്ര നാളുകൊണ്ട് ഞാൻ അവൻ്റെ പിറക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് വരെ അവൻ എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നുണ്ട് എന്തായാലും ഇന്ന് അവൻ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു, പക്ഷേ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് അതെന്താ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആ പറഞ്ഞ കാര്യം മാത്രം നമ്മൾ നീതു പറയുന്നില്ല. വീണ്ടും നമ്മൾ നീതു പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ആളൊന്നും അല്ലല്ലോ ഹരീഷ്, കുട്ടി എന്താ ഇപ്പോൾ കാര്യം പറ, ഹരീഷ് എന്താ പറഞ്ഞതെന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നീതു പറയുന്നുണ്ട് ഞാനിന്നാണെങ്കിൽ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്താണെങ്കിൽ ഹരീഷ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. നമ്മൾ നീതു പറയുന്നുണ്ട് ആ ശരി, അവൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്, പക്ഷേ അവനിങ്ങനെ ചോദിക്കാൻ ഒട്ടും പാടില്ലായിരുന്നു, അവനൊരു പൊട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ നീതു കാര്യം പറയുന്നില്ല. അങ്ങനെ നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താ കുട്ടി കാര്യം പറയുന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട് അവനാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റുമോ. സുഭാഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആരാ, എൻ്റെ ഏട്ടനല്ലേ എന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നികേഷിനാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും ചിരി സഹിക്കാൻ പറ്റാതെ അവരവിടെ കിടന്നാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇനി അവൻ്റെ പിറക്കെ നടക്കാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നീതു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിലും നികേഷാണെങ്കിലും ചിരി അവസാനിപ്പിക്കുന്നതൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ നീതു തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. വന്ന് കയറി അവിടെ ആണെങ്കിൽ ജഗ്ഗിലിരിക്കുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് വീണ്ടും അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷിനെ കാണുന്ന ശ്രുതിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണെങ്കിൽ നമ്മൾ നികേഷാണെങ്കിലും നമ്മൾ ഹരീഷിനെ നോക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷിനാണെങ്കിൽ കാര്യം മനസ്സിലാവാത്തതോടെ ഹരീഷ് കാര്യം തിരക്കുന്ന സമയത്താണെങ്കിലും നികേഷ് പറയുന്നുണ്ട് നീതു വന്നായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നികേഷ് ഇരുന്നാണെങ്കിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ ഹരീഷിനാണെങ്കിൽ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷിനാണെങ്കിൽ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാതാണെങ്കിൽ ഹരീഷാണെങ്കിൽ അങ്ങ് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നിധി പറയുന്നുണ്ട് അവൻ്റെ ഇന്നസെൻസ് കൊണ്ട് അവൻ ചോദിച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇത്രയും ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ നിധി ആണെങ്കിൽ പുറത്തോട്ട് നമ്മൾ ഹരീഷിൻ്റെ അടുത്തോട്ട് പോയിട്ടാണെങ്കിൽ ഹരീഷിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ആ സമയത്താണെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ കല്യാണക്കാര്യം ഇങ്ങനെ മുടങ്ങിയൊക്കെ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ചോദിച്ചു പോയത് അത് തെറ്റായി പോയോ എന്നൊക്കെ നമ്മൾ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട് നീതു ആണെങ്കിൽ 2 വർഷം കൊണ്ട് ഹരീഷിനെ സ്നേഹിക്കുന്നില്ല. ഇപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു മറുപടി കേൾക്കുന്ന സമയത്താണെങ്കിൽ അവൾക്ക് അതൊരു സഹിക്കാൻ പറ്റാത്ത വിഷമമായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ, എന്തായാലും ഹരീഷിനാണെങ്കിൽ പിന്നെ നീതുവിനെ ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഹരീഷിൻ്റെ മുഖത്ത് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട് എന്തായാലും നീതുവിനാണെങ്കിൽ ഹരീഷിനെ ഇഷ്ടമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നിധി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പം നീതുവിനെ കാണുമ്പോൾ ഒരു സോറി പറഞ്ഞേക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ പിന്നെ കാണിക്കാൻ നമ്മൾ ഹരീഷാണെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്ക് നീതുവിൻ്റെ വീടിൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ആയിട്ടാണെങ്കിൽ അവിടെ ഇങ്ങനെ സൈഡിൽ മാറി നിന്നിട്ടാണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ ഉടുപ്പിൻ്റെ ബേക്കിൽ ഒരാളിങ്ങനെ വന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് ആരാന്നറിയാൻ വയ്യാതെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രുതിയാണ് വന്ന് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും നിനക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട് നിനക്ക് ഇവിടെ വന്ന് നിന്നാൽ മാത്രമേ കാറ്റ് കൊള്ളാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഹരീഷാണെങ്കിൽ നമ്മൾ ശ്രുതി ചോദിക്കുന്നതിനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രുതി പറയുന്നുണ്ട് സത്യം പറയടാ നീയാണെങ്കിൽ പിന്നെ നീതുവിനെ കാണാൻ വന്നില്ലേ, ചേട്ടനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചതിന് സോറി പറയാൻ വേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അങ്ങനൊന്നും അല്ല സംഭവം, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നീ കള്ളം പറയാൻ പഠിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എന്തായാലും തൻ്റെ എത്ര കള്ളം പറയാൻ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ശ്രുതിയാണെങ്കിൽ ഹരീഷ് അവിടെ നിന്ന് പറഞ്ഞൊക്കെ വിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ശ്രുതിയാണെങ്കിൽ പോകത്തില്ല, ശ്രുതിയാണെങ്കിൽ അവിടെ പോയി നിന്നാണെങ്കിൽ ഒളിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നീതു ആണെങ്കിൽ മുറ്റമടിച്ച വേസ്റ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ഹരീഷാണെങ്കിൽ അവിടെ നിന്നിട്ട് നീതു നീതു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ നീതു ആണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ചേട്ടനിക്ക് പെണ്ണാലോചിക്കാൻ വേണ്ടി വന്നല്ലോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നീതു പറയുന്നുണ്ട് നിന്നെ ഞാനിപ്പോൾ കാണുന്ന പോലെ ഞാൻ വെറുത്ത് പോയി, നിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ കൂടെ പോലും ഞാൻ നടന്നു പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിലും മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ നീതു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നീതു ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ വല്ല ആമ്പിള്ളേരെ ആലോചനയും കൊണ്ട് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഹരീഷാണെങ്കിൽ വീണ്ടും ഓരോന്നൊക്കെ പറയാൻ വേണ്ടി വരുന്ന സമയത്താണെങ്കിൽ നീതു ആണെങ്കിൽ കയ്യിലിരിക്കുന്ന വേസ്റ്റൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഹരീഷിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ശ്രുതിയാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെന്തായാലും കലക്കി, എടാ ഇപ്പോൾ കുമാറാണെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ടാണോ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് ഇയാൾ ഇതൊരിക്കും പോയില്ലേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ ആകെ ഒരു ചമ്മലായി പോയി നമ്മളെ ശ്രുതിയുടെ മുമ്പിൽ. അങ്ങനെ നമ്മൾ
ഹരീഷ് ആണെങ്കിൽ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രുതിയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രുതിയെടുത്ത് മിണ്ടാതെ നമ്മൾ ഹരീഷ് ആണെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഹരീഷ് ആണെങ്കിൽ അകത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ സുഭാഷ് അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോയിരുന്നിട്ട് ഇത്രയും നേരം എന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഹരീഷ് പറയുന്നുണ്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ പിന്നെ സുധീഷാണെങ്കിലും അകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ചാണോ വന്നത് അത്ഭുതം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സുധീർ പറയുന്നുണ്ട് ഇല്ല സുഭാഷ് ചേട്ടാ ഞങ്ങൾ രണ്ടും രണ്ടായിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ശ്രുതി പറയുന്നുണ്ട് ഞാനാണെങ്കിലും ഇപ്പോൾ രാത്രി വരുന്ന സമയത്താണെങ്കിലും ഒരു കാഴ്ചയൊക്കെ കണ്ടു, പക്ഷേ അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ വിട്ട് പറയുന്നതൊന്നുമില്ല. ഹരീഷ് പറയുന്നുണ്ട് ഇയാൾക്ക് ഭ്രാന്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷാണെങ്കിലും നികേഷിനെ ചോദിക്കുന്നുണ്ട്. അപ്പം സുഭാഷ് പറയുന്നുണ്ട് നിധിയും നികേഷും കൂടെ പുറത്തു പോയെന്ന് പറയുന്നപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അതെന്ന് എവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അതെന്താ സുഭാഷ് ചേട്ടാ എന്ത് ചോദിച്ചാലും അറിയത്തില്ല എന്നപ്പം സുഭാഷ് പറയുന്നുണ്ട് ആന്നിടാ ഞാൻ വരുന്ന സമയത്ത് അവരിവിടെ ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് അവർ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയില്ലേ, പക്ഷേ അവർക്കാണെങ്കിൽ സുഭാഷ് ചേട്ടനെ ഭയങ്കര കാര്യമാണ്, സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് നടക്കും. എന്തിനു പറയുന്നതാ ഈ ഹരീഷിനെ വരെ അവൾക്ക് ഭയങ്കര കാര്യമാണ്, അനിയനെ പോലെ അവളെ കാണുന്നത്. പക്ഷേ ഞാനൊരു ഭർത്താവല്ലേ, എന്നെയാണെങ്കിൽ അവൾക്ക് ഒരു വില പോലുമില്ല, ഒരു ഗൗരവത്തോടെ എൻ്റെ അടുത്ത് അവൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരു അകൽച്ചയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിലും ശ്രുതിയെ കളിയാക്കുന്ന സമയത്താണെങ്കിലും ശ്രുതി പറയുന്നുണ്ട് കുറേ നേരമായി ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് നീ കുറേ നേരമായല്ലോ എന്താടാ പറയണ്ടേന്ന് വെച്ചാൽ പറയടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ശ്രുതി പറയുന്നതൊന്നും ഇല്ല. പക്ഷേ പിന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നിധിയും നികേഷും കൂടെ പുറത്ത് പോയിട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.